ഹേയ് ഹേയ് മച്ചാമാരെ, അപ്പം നമ്മുടെ വോൾക്കാനോ ഗെയിമിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ റിയൽ മൈൻക്രാഫ്റ്റ് കയറ്റി ബ്രോ. റിയൽ മൈൻക്രാഫ്റ്റ് സോറി അതറിയാതായിപ്പോയി. റിയൽ മൈൻക്രാഫ്റ്റ് കയറ്റി ഞാൻ അങ്ങനെ ലാസ്റ്റ് ഫൈനലി ഞാനത് കയറ്റി. ഞാനല്ല എൻ്റെ ചേട്ടൻ കയറ്റിയാണ്. അതായത് റിയൽ മൈൻക്രാഫ്റ്റ് ആദ്യമായിട്ടേ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതറിയ വേൾഡ്, എനിക്ക് ന്യൂ ക്രിയേറ്റ് ന്യൂ വേൾഡ്. ഒന്നും ചെയ്യണ്ട, എല്ലാം കറക്റ്റാ. സർവൈവൽ അതേ ഈസി മതി. നോർമൽ എടുക്കട്ടെ, ക്രിയേറ്റ് എടുക്കട്ടെ. ഓക്കെ, ക്രിയേറ്റ് എടുത്തു. അപ്പം നമ്മൾ റിയൽ മൈൻക്രാഫ്റ്റ് ഫൈനലി ബ്രോ, നമ്മൾ റിയൽ മൈൻക്രാഫ്റ്റ് കയറ്റിയിരിക്കുന്നു. ഞാനത് പ്രതീക്ഷിച്ചില്ല. എൻ്റെ ചേട്ടൻ ഇന്ന് കയറ്റിയതാണ്. എൻ്റെ ചേട്ടൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേട്ടത് ഇങ്ങനെ. അപ്പം ഞാനത് അവൻ കാണുമായിരുന്നേ നല്ലതായിരുന്നു. അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ അവൻ എന്നെ ക്ലാസ്സിൽ വെച്ച് എന്നോട് പറഞ്ഞു, എടാ നീ റിയൽ മൈൻക്രാഫ്റ്റ് കളി മൈക്ക് വാങ്ങിക്ക്, അതാ ഇതാ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ എന്താ, ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. അവനങ്ങനെ കിടന്ന് പറഞ്ഞോട്ട്. ഞാൻ എപ്പോഴും അവനോട് ചോദിച്ചാൽ മതി, ഞാൻ എപ്പോഴും ഒരു കാര്യം പറയും, എനിക്ക് നിങ്ങളെ ബോധിപ്പിച്ചിട്ടൊരു കാര്യവും കിട്ടത്തില്ല. അത് ഞാൻ എപ്പോഴും പറയും. ഉമ്മാരെ വിശ്വസിക്കത്തില്ല ഞാൻ ഓരോന്ന് പറയുമ്പം. അപ്പം അവൻ പറഞ്ഞു, എടാ നീ റിയൽ മൈൻക്രാഫ്റ്റ് കയറ്റുന്ന കുറേ പ്രശ്നം പറഞ്ഞു. അപ്പം ഫൈനലി നമ്മൾ റിയൽ മൈൻക്രാഫ്റ്റ് കയറ്റിയിരിക്കുകയാണ്. പക്ഷേ എനിക്ക് റിയൽ മൈൻക്രാഫ്റ്റ് കളിക്കാൻ അറിയത്തില്ല വലുതായിട്ട്. ഓ പോയിന്റല്ലേ? ഓക്കെ, പോയിന്റിങ്ങല്ലേ? ഒന്നുമില്ല, നീ ആദ്യം മര്യാദ ഇങ്ങനെ വിളിക്കുന്നത്. പോയിന്റ് കളിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യമൊന്നുമില്ല ഇതിനകത്ത്. എന്തോ ഇപ്പൊ തന്നെ തീരും. ഇപ്പൊ തന്നെ തുടങ്ങിയപ്പോ തന്നെ ഫസ്റ്റ് ഡേ ഇതന്നെ നമ്മള് ഫ്രീസ് ആയിട്ട്. ഇപ്പൊ കുഴപ്പമില്ല. പൊട്ടിക്ക്. ബ്രോ അതിന് വേണ്ടിട്ട് വരും. എന്തോ കാണിക്കുവാ? അല്ല എങ്ങനെ ഇതാ പറഞ്ഞ മര്യാദക്ക് അത് മറ്റേത് വെച്ച് കളിക്കാൻ. അല്ല ഇത് പൊളിക്കണല്ലേ? ഈ പോയിന്റ് മാറ്റി തന്നെ പറ്റുമോ? അപ്പം നമ്മൾ പോയിന്റ് ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. എടുത്തൊന്നും ചെയ്യേണ്ടത്. എൻ്റെ ചേട്ടൻ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ കളിക്കാൻ പറ്റുന്നത്. ഈ ചാനൽ തുടങ്ങാൻ പറ്റിയത് തന്നെ. ചിട്ട് വർത്താനം പറയാമല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല ഇതിനെ കുറിച്ചൊന്നും. അങ്ങനെ ഭാഗ്യമില്ല നമ്മളെ മറ്റേ ഏരിയ പോലെ. എനിക്ക് പക്ഷെ ഭാഗ്യമുണ്ട്, ഞാൻ വില്ലേജിൽ നടുക്ക് വീഡിയോ ഒന്നും നാളെ വൺ ബ്ലോക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മാത്രം ഇൻട്രോ പറയുന്നു, വേറെ ഒരാൾ ഇൻട്രോ പറയുന്നില്ല. അത് നിങ്ങൾ വിഷയമാകരുത്. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ ഒറ്റ ചാനൽ ചെയ്യുന്നത്. അപ്പം മോനെ ഈ 18 മിനിറ്റ് ഇങ്ങനെ ചെയ്യാറാ? നല്ല ബോറായിരിക്കും. കളിച്ച് നീ പഠിച്ചിട്ട് വേണം ഇത് കളിക്കാൻ.
കളിച്ചു. ഇപ്പൊ തന്നെ ചാവണ്ടത്. ഇതന്നെ പോവാത്തേ പിടിയോ. കൂട്ടുകാരെല്ലാം കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യമാണ് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് കാരണം പനിയാണ്. ആദ്യത്തെ സൗണ്ടല്ലേ അയക്കാം. എല്ലാവരും ചിലപ്പോൾ എന്തൊക്കെ വിളിക്കുന്ന രീതി എനിക്ക് കളിക്കാൻ അറിയത്തില്ല. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, പുറത്ത് വരിക. എനിക്ക് കളിക്കാൻ അറിയത്തില്ല. മൈൻക്രാഫ്റ്റ് വലിയ പ്രോ ഒന്നുമല്ല. എൻ്റെ ചേട്ടൻ പ്രോയാ. ചേട്ടൻ മുന്നിലോട്ട് കളിക്കാൻ തുടങ്ങിയാണ് 4 5 എത്ര വയസ്സോട്ട് കളിക്കാൻ. ഈ മരം ഞാൻ ആ മരത്തിൻ്റെ അടുത്ത് പോകും. മരം നിന്റെ സൈഡിൽ നിന്നിട്ട് നിന്നെ കണ്ണ് കാണത്തില്ലേ? അവിടെ നീ സ്പോൺ എടുത്ത് നീ മരത്തിനെടുത്താണ് നീ സ്പോൺ ആയത്. അപ്പം നമുക്ക് മരത്തിനടുത്ത് പോകുന്നത് അല്ല തിന്നുന്ന മരങ്ങൾ കാണും. അങ്ങനെ ഇപ്പൊ കയറി കളിക്കുന്ന എനിക്ക് എത്ര കൂട്ട് വേണം? കുറച്ച് കൂടുതൽ എടുത്തേക്കാം. നമുക്ക് കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ നമുക്ക് ഈ ആയുധങ്ങളും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണമല്ലോ. തീർന്നു. ഇതൊന്നും വേണ്ട. ഓക്കെ, അതവിടെ ഫിറ്റ് ചെയ്യും. ഒരു മരം കൂടെ വേണം. 5 ഇഷ്ടംപോലെ ധാരാളം ആണോ? ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കാനുള്ളയോ? ഇതേ ബ്ലോസം ഗൈസ്. ഇവന് ചെറിയ ഭാഗ്യമുണ്ട്. എന്തുവാ? അങ്ങോട്ട് എന്നാലേ കാണിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്തുവാ? ബ്ലോസം കിട്ടി ഇവൻ്റെ അടുത്ത്. ബ്ലോസം എന്ന് വെച്ചാൽ റയർ സംഭവം മൈൻക്രാഫ്റ്റിൽ. അല്ല സോറി, ബ്ലോസം ഞാൻ ഇപ്പം പറഞ്ഞില്ലായിരുന്നു ഞാൻ എന്തോ ചെയ്തേനെ. എന്തോ ചെയ്യാനാ എനിക്കറിയത്തില്ല. മൈൻക്രാഫ്റ്റിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ബ്ലോസം എന്തുവാ? അത്ര റിയലല്ല. ഒരു എല്ലായിടത്തും കാണത്തില്ല. ഇടയ്ക്ക് നമുക്ക് ട്രാവൽ ചെയ്യുവാണെങ്കിൽ കാണാൻ പറ്റും. ഇതിൻ്റെ അടുത്ത് വില്ലേജ് ഉണ്ടെങ്കിൽ ഇവന് ഭാഗ്യമുണ്ട്. എന്തോ അങ്ങനെ വെച്ചിരിക്കുന്ന മരം അതങ്ങനെ നല്ല രസം. അതിൻ്റെ അടിയിൽ പോയി നിൽക്കുന്നു. ഇത് വുഡില്ലേ? ഇത് വുഡുണ്ട്. പക്ഷേ ഈ വുഡ് എടുക്കണ്ട. അതിൻ്റെ ഭംഗിക്ക് വെച്ചാൽ നമുക്ക് ബ്ലോസറി അല്ല ബ്ലോസം. ബ്ലോസം ചെറിയുടെ ചെറിയായിരിക്കും. അല്ല ചെറിയുടെ ചെടിയായിരിക്കും, മരമായിരിക്കും. പോവാവോ? അങ്ങോട്ട് പോകും. അവിടെ വില്ലേജ് കാണാൻ സാധ്യത കൂടുതൽ. അവിടെ വെള്ളമാണെങ്കിൽ പോകണ്ട. കേവാണോന്ന് എനിക്ക് സംശയം ഇല്ലാതില്ല. ചെന്ന് ചാടുണ്ട് ഇപ്പോഴേ. അയ്യോ, ഞാൻ ചെന്ന് ഇപ്പം ചാടി കയറിയേനെ ബ്രോ. അവൻ്റെ പള്ളിയാവും അവസാനം. എനിക്ക് വയ്യ. ഇനി ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ചത്തിട്ടാണ് വേറെ. പക്ഷെ ചാവുകയാണെങ്കിൽ നല്ലതായിരുന്നു. വേറെ എവിടെ നല്ലിടത്ത് പോയി ചാവുമോ? സ്പോണാവുമായിരുന്നു നല്ലതായിരുന്നു. ഇല്ല, നീ ഇപ്പോൾ സ്പോൺ എടുത്ത് തന്നെ സ്പോണാവും. ആണോ? അങ്ങനെ വില്ലേജ് കിട്ടി ഗൈസ്. നമുക്ക് പോയി അങ്ങോട്ട് കയറിക്കും. നല്ല രസമാണ്. പിന്നെ ഇപ്പോൾ കയറാം. ഞാൻ ആദ്യം ഒരു റീസ്പോൺ പോയിന്റ് മറ്റേ ബെഡ് വെച്ച് നമുക്ക് മറ്റേ ഇതല്ല ഫുഡില്ല മോൻ എന്ന് ഇത്ര നേരം പിന്നെ കാണിച്ചോണ്ട്. ഇത് മറ്റേ സാധനം ഞാൻ ചമ്മിയിരിക്കും. എടാ ഇത് തന്നെ പരിപാടി ഉമ്മാര് കാണിക്കുന്നേ. ഞാൻ നിക്കടെല്ലാം എടുക്കാൻ വരുവാണ്. അയ്യോ, ഉമ്മറേണത്തൊക്കെ നല്ല വാരാൻ പറ്റും. പാവങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എല്ലാം ഞാനിപ്പോൾ പൊക്കിക്കൊണ്ടുപോകും. ഇവിടെ റെസ്പോൺസിബിലിറ്റി സെറ്റ് ചെയ്യും. പൊളിക്കുന്ന എന്തിനാ? പൊളിക്കലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, ഇവിടെ തന്നെ വെച്ചേക്കാം. അതിനെങ്ങനെ വെക്കുന്നേ? എൻ്റെ പൊൻ. ഓക്കെ.
ഓക്കെ കറണ്ട് നൈസിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്. ഇതിൻ്റെ അകത്ത് ചെസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ചെസ്റ്റ് പ്ലീസ് പ്ലീസ് വെക്കരുത് ചെസ്റ്റ് ഇവിടെ ചെസ്റ്റ്. ഓ നല്ല ഉണ്ടോ? ഇപ്പൊ തന്നെ നമ്മുടെ ഇത് FC ഇടുന്നതായിരിക്കും. ഇതൊക്കെ വേണം. 10 മിനിറ്റ് ആഹേ. ജസ്റ്റ് ഓ ഗൈസ് എമറാൾഡ് കിട്ടി. എമറാൾഡ് എന്തോ? ആ അതോ ഏതാ? അല്ല സോറി, വീടൊന്നും വേറെ ഇല്ല. വില്ലേജ് ഇത്രയേ ഉള്ളൂ. ഇവിടെ കൊണ്ട പാത്ത് കെട്ടി വെച്ച് ഞാൻ പോയിക്കും. എവിടെ ഇത് ഇച്ചിരി വലിയതായിട്ട് ഇച്ചിരി റിച്ചസ്റ്റ് ഏരിയ ഇത്. ആ വീട്ടിൽ കയറിയായിരുന്നു. ഇവിടെ കോളത്തിനെ കണ്ടില്ലല്ലോ. കുളമേ ഐ കുളം കുളം തന്നെ നമ്മൾ കോളത്തിനെ കണ്ടിരിക്കുകയാണ്. നമ്മൾ കോളമില്ല. ഇവിടെ 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 ഈ വീട്ടിൽ എന്തെങ്കിലും ചെസ്റ്റ് കാണത്തില്ല, കാരണം സ്ഥലമില്ല ആ വീട്ടിൽ വെക്കാൻ. ഇതിൻ്റെ അകത്ത് കാണത്തില്ല. നല്ല നോക്കാം. എനിക്ക് തോന്നി ഇതിൻ്റെ അകത്ത് കാണത്തില്ലെന്ന് തോന്നി. ചുമ്മാ വയറങ്ങ് നിറച്ചേക്കാന്നേ. അത് കാണുമായിരിക്കില്ല. ജസ്റ്റ് ഇതിൻ്റെ അകത്തും ഇല്ല. അപ്പോൾ നമ്മൾ നൈസിൽ പട്ടികപ്പെട്ടിരിക്കുന്നു. നമ്മൾ അങ്ങോട്ടൊക്കെ പോകേണ്ടതാണ്. ഇനി ഈ വീട്ടിൽ കയറിയില്ല, ഈ വീട്ടിൽ കയറില്ല, അങ്ങോട്ടൊക്കെ വീട്ടിൽ കയറേണ്ടതാണ്. എല്ലാവരെയും അടിച്ചാൽ കയറ്റാമായിരുന്നു. അപ്പം നമ്മൾ ആ വീട്ടിൽ കയറിയായിരുന്നു. അവിടെ കാണുമോ? ഇതൊക്കെ ഇച്ചിരി റിച്ചസ്റ്റ് വീടല്ലേ, എന്നിട്ട് ഒന്നും കാണത്തില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗായ്സ് ചാർജ് തീരാറായി. 5 അങ്ങനെ ഉള്ളൂ. 5% എങ്ങനെയൊക്കെ. ഓ അതിനാ 100 കിട്ടുമോ? ഓ 100 ആവാൻ വേണ്ടിയിട്ട് ഇനി 1 മണിക്കൂർ എടുക്കും. അന്നേരത്തേക്ക് വീഡിയോ കഴിയും. അപ്പോൾ 100 ആയിക്കൊണ്ടിരിക്കുകയാണ്. 100 ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ 100 ആവും. ഓ ഇല്ല അതിൻ്റെ ക്യാരറ്റ് പെണ്ണാണെന്നാ തോന്നേ. ആ ഇതൊക്കെ ഈ കണ്ടിട്ട് ഇച്ചിരി കളർ കണ്ടിട്ട് ജസ്റ്റ് വീടല്ലെന്നാ തോന്നിയത്. അല്ലെന്ന് തന്നെ തോന്നത്തുള്ളൂ. ഇതിൻ്റെ അകത്തൊരു ചെസ്റ്റ് ഉണ്ടോ? ഓ ഇതൊരു ദാരിദ്ര്യം പിടിച്ച് വിടാം. പക്ഷേ ഇത് ആ സാധനം ഉണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പാടാം. ഭയങ്കര പാടാണ് ഇറങ്ങി. എനിക്ക് ഭാഗ്യമില്ല ഗായ്സ്. ഇതൊരു മാതിരി പോയി. ഒരു ഭാഗ്യവും ഇല്ല. ഇതന്നെ ഒരു ഭാഗ്യവും ഇല്ലാതായിപ്പോയി. ഞാനൊരു പൂറസ്റ്റ് വെരി വെരി പൂറസ്റ്റ് ഇതിലായിപ്പോ. ഈ സോംബീസ് ഒന്നും വന്നു തുടങ്ങിയില്ലേ? ഒന്നും വന്നില്ല. ഓടി അതാരാ? വില്ലേജസ്. വില്ലേജസോ? വില്ലേജസ് അവന്മാർ പറയുന്നത് സോംബിയാണോ? അവന്മാർ അങ്ങനെയൊക്കെ സോംബിയാവൂ? ഞാൻ എവിടെ പോയി എന്തുവാ അവരിതാ പോവാ. ഞമ്മർക്ക് ഡയമണ്ട് വല്ലതും പോയി. ഡയമണ്ട് ഇവിടെ. ഓ ഓടി ക്രീപ്പറല്ലേ? ബൈ പൊട്ടിക്കോ. എല്ലാം നശിപ്പിക്കാൻ വേണ്ടി നടക്കുമല്ലയോ? നമ്മൾ അയണെണ്ണുണ്ടല്ലോ. നമ്മുടെ അയണെണ്ണുണ്ടല്ലോ. അമ്മ നമുക്ക് ക്രാഫ്റ്റ് ചെയ്താ ഉണ്ടാക്കിയതാ.
എന്തോന്ന് മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലേ എന്തോന്ന് മറ്റേ എനിക്ക് ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം നമ്മൾ വടി ഉണ്ടാക്കി എന്തോ ഇനി കോലും കുമ്പൊക്കെ ഉണ്ടാക്കണം. പിന്നെ കളിച്ചോ എന്ത് സംഭവം എന്ത് മേളിൽ കയറി പോണേ ഇനി. ഉമ്മാരൊക്കെ കൊണ്ട് ഭയങ്കര ശല്യമായാലും ഉമ്മാരൊക്കെ കൊച്ചു പിള്ളേരൊക്കെയാണ് നിദ്രോ എനിക്കിട്ടടി ചത്തി ഹാഫ് ഹെൽത്ത് കേറല്ലേ മേലോട്ട് കഴിക്കട്ടെ ഓടിയിട്ട് ഹെൽത്ത് കയറ്റ് വില്ലേജേഴ്സിന്റെ റൂമിൽ കയറി അവന്മാർ ഇപ്പൊ ഇതെങ്ങനെ കഴിക്കുന്നേ ഫുള്ളായി ഹെൽത്തോ ഹെൽത്ത് അല്ല ഈ ഹങ്കർ ഫുള്ളായി. ഇനിയിപ്പോ ബങ്കർ ഹെൽത്ത് 3 ഇപ്പൊ ഇത് പൊട്ടിക്കുന്നു. വേണ്ട നമുക്ക് ഇറങ്ങി എന്തുവാ മോൺസ്റ്റർസ് ഉണ്ട് അടുത്ത്, നിനക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഇവന്മാരൊക്കെ കിടന്ന് ഉറങ്ങുന്നോ? നമ്മൾക്ക് ഉറങ്ങാൻ പറ്റും. കണ്ടോ മോൺസ്റ്റേഴ്സ്. അയ്യോ ഇനി ഇല്ലല്ലേ, ഇനി എന്തോ ചെയ്യും? അതിന് അവിടെ വെക്കുന്നേ ആൾക്കാർ കയറിയിരിക്കാൻ വരാതിരിക്കാൻ ചെസ്റ്റൊക്കെ പിടിച്ച് കൈ വെച്ചേക്കാം. സാധനമൊക്കെ വെച്ചോക്കാം. നമ്മൾ ഇവിടുന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിക്കാണ്. അപ്പം നമ്മളും ജസ്റ്റ് മോടി നമുക്ക് നമുക്കൊന്ന് വീട്ടിൽ ചെന്ന് കയറാം. ഹങ്കർ മതി അതൊക്കെ അതിനുള്ള പരിപാടിയൊക്കെ മതി. പെട്ടെന്ന് കയറി പോകും. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം നമ്മൾ CP ഇടണോ? FC ഇട്ടിട്ട് നമ്മൾ CPM ഇടുന്നതായിരിക്കും. CPM വലിയ എഡിറ്റ് ചെയ്യാനൊന്നും കാണത്തില്ല. ഓക്കെ, നമ്മൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം നമ്മളിവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്.